രണ്ടുപേരും അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. കല്ലു 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 മോളെ കല്ലു കല്ലു മോളെ കല്ലു മോളെ കല്ലു മോളെ കല്ലു മോളെ കല്ലു മോളെ കേറി നോക്കാം. കല്യാണം കല്യാണം ആണോ എന്ത് പൊടാണ് മനുഷ്യ എന്റെ മോളെ വിടൂ. ഏത് മോള് എവിടെയാണോ കല്ലു കല്ലുമോളെ കല്ലുമോളെ കല്ലു കല്ലുമോളെ കല്ലു മോളെ എവിടെയാണ്? ഏത് മോള്? എന്റെ മോളെ എവിടെയാണ്? എന്റെ കല്ലുമോളെ എവിടെയാണോ മോളെ? കല്ലു എടാ മനുഷ്യ പൊടിച്ച് പൂത്താരിക്കരുത് ബോധമില്ലാതെ എന്റെ മോളെ എവിടെയാണോ? കല്ലുമോളെ എടാ പറ. കല്ലുമോളെ അയ്യോ കല്ലു അക്കുച്ചേട്ടാ ഗോതമാമേ ബാലമാമേ ഓടി വാ. കല്ലുമോളെ ഇവിടെ നോക്കാക്കുച്ചേട്ടാ. അയ്യോ കല്ലു കല്ലുമോളെ അക്കുച്ചേട്ടാ കല്ലുമോളെ കല്ലുമോളെ അയ്യോ ബാലമാമേ മോളെ 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 കല്ലുമോളെ മോളെ പേടിക്കണ്ട. അയ്യോ വേഗം പിടിക്ക. ഇതാ ഗോവിന്ദ വലിക്ക സൂക്ഷിച്ച്. വേഗം വലിച്ചടുപ്പിക്ക്. മോളെ സൂക്ഷിച്ചു. മോളെ കല്ലുമോളെ കല്ലു മോളെ സൂക്ഷിച്ചു സൂക്ഷിച്ചു.
അച്ഛ പതുക്കെ സൂക്ഷിച്ച് മോളെ വാ മോളെ പതുക്കെ വാ പതുക്കെ കല്ലുമോളെ മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ. മോള് നന്നായിട്ട് വരയ്ക്കുന്നുണ്ടല്ലോ. അയ്യോ അക്കുച്ചേട്ടാ കല്ലുമോളെ മോളെ നമുക്ക് ഹോസ്പിറ്റലിൽ കല്ലുമോളെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. മോളെ അയ്യോ കല്ലുമോളെ അയ്യോ മോളെ 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 കല്യാണി മമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്താണോ പറ്റിയത്? ആകാശേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വാ മോളെ പിടിക്ക്. വാ വാ വേണ്ട വേണ്ട അക്കുചേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊന്ന് ഇരുന്നാ മതി. ദേ, ഇവിടെ ഇരുത്ത്. മോളെ മോളെ കല്യാണി എനിക്കൊരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ പോവാന്ന് പറ ബാലമ്മ. മോളെ മോളെ കല്ലുമോളെ ചാരു മോളെ കല്ലു മോളെ മോളെ കല്ലു ഗോവിന്ദ ശരിക്കും തുടക്കേ. കല്ലുമോളെ എങ്ങനെ ഇത് സംഭവിച്ച മോളെ? ഞാൻ അച്ഛനെ നോക്കി പോയതാ ചേച്ചി. പിന്നെ ആരോ വന്ന് വായ പൊത്തി. പിന്നെ ഒന്നും ഓർമ്മയില്ല. അയ്യോ, ഈശ്വര. കണ്ണു തുറന്നപ്പോ ഞാൻ വള്ളത്തിലാ. അയ്യോ അയ്യോ മോളെ. ഗോവിന്ദ ഓ വാ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. കല്യാണം കഴിഞ്ഞ അവള് വലത് കാലം വെച്ച് കയറേണ്ടത് ആയിരപ്പറയിലേക്കല്ല, പോലീസ് സ്റ്റേഷനിലേക്കാ. വാ ബാലമാമ ബാലമാമ സ്റ്റേഷനിലേക്ക് പോണ്ട. അത് കൂടുതൽ പ്രശ്നമാവും ബാലമാമ. പ്രശ്നോ? എന്ത് പ്രശ്നമാ മോളെ? ശ്രേയക്ക് നമ്മളോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൂടും. കല്ല് പറഞ്ഞ ശരിയാ ബാലമാമ. കല്യാണം നടത്താൻ വേണ്ടിയ ശ്രേയ ഇതൊക്കെ ചെയ്തത്. ഇപ്പോഴും മനസ്സിൽ ആഗ്രഹിച്ചു നടന്നു കഴിഞ്ഞു. ചാരു, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? കേസ് കൊടുക്കേണ്ടതാണോ? അത് പറ്റില്ല. അച്ഛവാ ഞാനും വരാം. അക്കുചേട്ടാ അക്കുചേട്ടാ പറയുന്നത് കേൾക്ക്. ഇതിന്ന് രക്ഷപ്പെടാൻ അടുത്ത മാർഗം അവള് കണ്ടെത്തിയിട്ടുണ്ടാവും. നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കാന്നല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അക്കുചേട്ടനോട് ആ പോലീസുകാരൻ പറഞ്ഞത് ഓർമ്മയില്ലേ? ആയിരപ്പറയിലെ കുടുംബ പ്രശ്നം തീർക്കാൻ നിൽക്കുന്നവരല്ല അവരെന്ന്. ഉറപ്പായിട്ടും ശ്രേയ ഇതിന്ന് രക്ഷപ്പെടും. നാണം കെടാൻ മൂന്ന് നമ്മളായിരിക്കും. ബാലമാമ കേസ് കൊടുത്താ ചേച്ചിയോടുള്ള വൈരാഗ്യം കൂടും. പിന്നെ ചേച്ചി അപകടപ്പെടുത്താൻ പോലും ശ്രേയ മടിക്കില്ല. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ജീവിച്ചിരിക്കില്ല.